മരുഭൂമിയിലെ കഠിനാധ്വാനത്തിൽ കുടുംബം പുലർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു പ്രവാസിനെ ഒരു ചതിക്കണിയിൽപ്പെടുത്തി അവിടെ നിന്ന് അവനെ രക്ഷിക്കാൻ ആരുമില്ല, മരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന അവൻ്റെ കൈ പിടിച്ച് അവനെ രക്ഷിച്ചത് ആര്? ഗുരുവായൂരപ്പൻ നേരിട്ട് പോയി ഒരു ഭക്തനെ രക്ഷിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അനുഭവ കഥയാണ് ഞാൻ ഇന്ന് എൻ്റെ മുത്തുമണികളോട് പറയാൻ. എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പ്രവാസി മലയാളിയാണ് ആയിരുന്നു. ആൾക്ക് അവിടെ ഒരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ്സിൽ ഒരാൾ അദ്ദേഹത്തിനെ ചതിക്കാനിടയായി. ആ ചതിയിൽ പെട്ടിട്ട് അദ്ദേഹം ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ട, ലോണ്, ജപ്തി, വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ കൈയൊഴിഞ്ഞു. ഇനിയൊരു ജീവിതത്തിലേക്കൊരു തിരിച്ചു പോക്കില്ല എന്നുള്ള അവസ്ഥയായി. അദ്ദേഹത്തിന് ഇനി വേറൊരു വഴിയുമില്ല. ഇനി ഗൾഫിലത്തെ സിസ്റ്റം അറിയാലോ, അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കേസും കോടതിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തിരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അത് ഗൾഫ് മലയാളികൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അയാൾക്കിനി ഒരു വഴിയുമില്ല, ഇനി ജീവിതം ഇല്ല, ഇനി മരിക്കാം എന്നുള്ള അവസ്ഥയിലാണ് അയാൾ. അങ്ങനെ ഇയാൾ ഈ മരണത്തിനെക്കുറിച്ച് ചിന്തിച്ച് കിടക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അവൻ്റെ അമ്മേൻ്റെ ഫോണ് വരിക. അപ്പം അമ്മ മോനോട് പറയുന്നത്, മോൻ ഒരു കടുങ്കയും ചെയ്യരുത്, നമുക്ക് നമ്മുടെ ഭഗവാനുണ്ട്, മോൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ, ഭഗവാനൊരു വഴി കാണാണ്ടിരിക്കില്ല, നമുക്ക് നമ്മളെ ഭഗവാൻ ഉണ്ട്, അതുകൊണ്ട് മോൻ വേറെ അനാവശ്യമായ ഒരു ചിന്തയും മോനുണ്ടാവരുത്, മോനൊന്നും ചെയ്യരുത്, ജീവൻ ആപത്തായിട്ട് ഒരു മോശം കാര്യവും മോൻ ചെയ്യരുത്, മോൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് ആ അമ്മ മോനോട് പറയുന്നത് അത് കേട്ട് മോൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ അങ്ങനെ ഹരി നാട്ടിലെത്തി. പിറ്റേത്തെ ദിവസം തന്നെ ഭഗവാനെ കാണാൻ ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോയി. ഭഗവാനെ നമുക്ക് ഒരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞൊഴുകുമല്ലേ. അപ്പോൾ ഹരി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഹരിയുടെ അമ്മ അതിരറ്റ ഗുരുവായൂരപ്പ ഭക്തയാണ്. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയാണല്ലോ മകന് ഏറ്റവും വലുത്. രണ്ടാം സ്ഥാനമാണ് ഭാര്യയ്ക്ക്. ഫസ്റ്റ് അമ്മയുടെ പ്രാർത്ഥനയാണ് ഒരു ആണിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാലാണ് ഭാര്യ വന്നു കഴിഞ്ഞാൽ ഭാര്യക്കാണ് കൂടുതലും ഭർത്താവിനെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഭാര്യക്കാണ്. അങ്ങനെയാണ് അറിവ് കേട്ടോ, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അപ്പോൾ ഈ അമ്മയുടെ പ്രാർത്ഥന ആയിരിക്കും. ഈ മോൻ ആദ്യമായിട്ടല്ല ഗുരുവായൂർ അമ്പലത്തിൽ പോവാറുണ്ട്, എങ്കിലും അന്ന് അവൻ മുന്നത്തതിനേക്കാളും കൂടുതൽ ഗുരുവായൂരപ്പനോട് അവൻ്റെ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഭഗവാനെ എനിക്കിനി ഒരു വഴിയില്ല, ഇനി മരണമല്ലാതെ, അല്ലെങ്കിൽ അങ്ങ് എന്നെ കൈപിടിക്കണം, അങ്ങനെ ചേർത്ത് പിടിക്കണം, എങ്കിലേ ഇനി എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ കദളിപ്പഴവും താമരമുട്ടും സമർപ്പിച്ച് അവൻ മനസ്സുരുകി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ കണ്ണുനീര് ഭഗവാന്റെ കാൽപാദങ്ങളിൽ പോയി വീണതുപോലെ അത്ഭുതം സംഭവിച്ചു. ഭഗവാനെ കണ്ട് തിരിച്ച് വീട്ടിലെത്തിയ ഹരിക്ക് വന്നൊരു ഫോൺ കോള് വലിയൊരു അത്ഭുതമാണ്. അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു അത്ഭുതം എന്ന് പറയാം. ഭഗവാൻ അവൻ്റെ വിളി കേട്ടു എന്ന് പറയാം. അവനെ ചതിച്ച അവൻ്റെ ബിസിനസ് മുതലാളി അയാൾ തന്നെ അവനെ തിരിച്ചു വിളിക്കുന്നത്. അവന് കൊടുക്കാനുണ്ടായ ഭീമമായ തുക അയാൾ അവന് കൊടുത്തു. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അയാൾ വിളിച്ചിട്ട് അവനിങ്ങോട്ട് ആ പൈസ കൊടുക്കുന്നത്. അങ്ങനെ അവൻ്റെ ബാങ്കിലുള്ള കടങ്ങളും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ബാങ്കുകാരെല്ലാം ഇവന് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. എന്താ പറഞ്ഞാൽ തന്നെ ചതിച്ചിട്ട് പോയ ആ ഒരു സുഹൃത്താണ് ഈ ഒരു ഭഗവാനെ പ്രാർത്ഥിച്ച് അതുവരെ ഇല്ലാത്ത അയാളെ മനമാറ്റം ഭഗവാനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ആ സ്പോട്ടിൽ അവന് ഫോൺ കോൾ വരുന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നു, നിൻ്റെ എല്ലാ പൈസയും ഞാൻ എനിക്ക് തിരിച്ച് തരുന്നതെന്ന് പറയുന്നു. അവന് തിരിച്ചു കൊടുക്കുന്നു. അവൻ ആ കടങ്ങളൊക്കെ വീട്ടുന്നു. അങ്ങനെ ആ അമ്മയും മകനും സന്തോഷത്തോടെ ഭഗവാനെ സ്മരിക്കുന്നു. ഇതാണ് ഉണ്ടായ കഥ. ഇത് ആരും കെട്ടിച്ചമച്ച കഥയൊന്നുമല്ല. ഇതൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന കഥയാണ്. ഈ അടുത്ത കാലയളവുകളിൽ നടക്കുന്ന കഥകളാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തരായി ശരണാഗതി അടഞ്ഞ ഭക്തനെ ഗുരുവായൂരപ്പൻ ഒരിക്കലും വെറും കൈയോടെ അയക്കൂല. അത് നമുക്ക് ഓരോ അവസ്ഥകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സർവവും ഭഗവാനാണ്. ഞാൻ
അന്ന അങ്ങ് എടുത്തോളൂ, ഞാൻ ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ചിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഒരിക്കലും ഭഗവാൻ കൈവിടൂല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉള്ള അനുഭവങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾ പറയുന്ന അനുഭവങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് ഇടുക, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യും. പിന്നെ ഞാൻ ഒരു ഗുരുവായൂരപ്പ ഭക്തിയാണ്. ഞാൻ വലിയ ഭക്താണെന്നൊന്നും ഞാൻ പറയില്ല, ഒരുപാട് വ്രതങ്ങളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുള്ളൊരു ഭക്തിയൊന്നുമല്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഒരു ഉണ്ണിയായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു രക്ഷിതാവായിട്ട് ഞാൻ എന്നും കാണുന്ന ഒരു ഭഗവാന്റെ വിഗ്രഹമാണിത്. ഇത് കുറേ കിച്ചു ജനിച്ച ആ സമയം തൊട്ട് നമ്മുടെ കൂടെയുള്ളൊരു വിഗ്രഹമാണിത് കേട്ടോ. ഈ വിഗ്രഹം എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ഇതൊരിക്കലും നമ്മളെ വിട്ട് പോയിട്ടില്ല. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.